ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 21-27 തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വാഗ്ദാനങ്ങൾ ചെയ്യും പക്ഷെ അത് പാലിക്കാറില്ല എന്നുള്ളതാണ്. പലരും വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഒരു നേർച്ച നേർന്നു, അത് വേളാങ്കണ്ണി പോയി അത് നിർവഹിച്ചു കൊള്ളാമെന്ന്, അല്ലെങ്കിൽ മറ്റു വേറെ ദൂര സ്ഥലങ്ങളിലുള്ള പള്ളികളിൽ പോകാമെന്ന്. എനിക്കറിഞ്ഞൂടെ ഇത്രയും വലിയ നേർച്ചകൾ നേരേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിലും മറ്റു പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്, നേർച്ചകൾ നേരുന്നത് ദൈവഹിതം മനസ്സിലാക്കി അതിനനുസൃതമായി നിറവേറ്റുക എന്നുള്ളത്. പലപ്പോഴും നേർച്ചകൾ നേർന്നിട്ട് മറന്നുപോയി, അത് മറന്ന് കളഞ്ഞവർ പോലും ഉണ്ട്. എന്തിനങ്ങനെയൊക്കെ നേർച്ച നേരുക? ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, നീ എന്നിൽ ജീവിക്കുമ്പോൾ ഞാനതിപ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. അത് കാലത്തോളം നീട്ടിവയ്ക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തു ചെയ്തതിനല്ല, ഇപ്പോൾ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവം അന്വേഷിക്കുക. അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല എന്ന് പറയുന്നതിന് കാരണം, വാക്കുകൾ അനുസരിക്കാതെ, അവിടുത്തെ തിരുവചനങ്ങൾ അനുസരിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യന് തുല്യനായി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പരോപകാരം. ഈ ആഗമന കാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരോപകാരം ചെയ്യുക. ആവശ്യക്കാരൻ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവനെ മനസ്സിലാക്കി അവനിൽ ഒരു ഭാഗമായി മാറുന്നതിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. ആമേൻ.